എപ്പോഴാണ് ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുക? ആ പ്രോഡക്റ്റ് പ്രഡിക്റ്റബിൾ ആകുമ്പോൾ. ഇപ്പൊ ഒരു ഫോൺ എടുത്തിട്ട് ഇന്ന സ്വിച്ച് നീക്കിയാൽ അത് ഓഫ് ആകുമെന്നും ഇന്ന സ്വിച്ച് നീക്കിയാൽ അത് ഓൺ ആകുമെന്നും പ്രഡിക്റ്റബിൾ ആണ്. ബിസിനസ് പ്രഡിക്റ്റബിൾ ആകണം. പ്രഡിക്റ്റബിൾ ആകണമെങ്കിൽ അതിന് സിസ്റ്റം, പ്രോസസ്, ലീഡേഴ്സ് എല്ലാം വരണം. ലാഭം ലൈഫ് സ്റ്റൈലേ ഉണ്ടാക്കി തരും, വെൽത്ത് ഉണ്ടാക്കി തരില്ല. വെൽത്ത് ഉണ്ടാക്കുന്നത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ്. ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇൻവെസ്റ്ററുടെ ഫണ്ട് 10 മടങ്ങ് പെരുകും. നമുക്ക് ഏതൊരു ബിസിനസിനെയും 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പറയാം. നമസ്കാരം സർ. നമസ്കാരം. ബിസിനസ് അതിന്റെ തുടക്കം മുതൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതിന് ചില ഘട്ടങ്ങളുണ്ട്, ഡിഫറെന്റ് സ്റ്റേജസ് എന്ന് പറയാം. അങ്ങനെ ഒരു 5 സ്റ്റേജുകൾ ബിസിനസ്സിലുണ്ടല്ലോ, അതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഗുഡ്. അപ്പൊ എന്തൊക്കെയാണ് സർ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്? എന്താണ് ഈ ഓരോ സ്റ്റേജസിലും ഏതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും? നമുക്ക് ഏതൊരു ബിസിനസിനെയും 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പറയാം. ആദ്യത്തെ ഘട്ടത്തിനെ എക്സിസ്റ്റൻസ് സ്റ്റേജ് എന്ന് പറയാം. അതായത് അത് അപ്ലൈ ആയിട്ടുള്ളൂ. ഈ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ്. ഈ സ്റ്റേജിൽ പൊതുവെ ഓൺട്രപ്രണർ ഇല്ലെങ്കിൽ ആ സ്ഥാപനം റവന്യൂ ജനറേഷനുമായി ബന്ധപ്പെട്ട ചിന്തകളായിരിക്കും. പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത് സെയിൽസിലായിരിക്കും. അവർ സെയിൽസ്മാനെ വയ്ക്കും, സെയിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും, കൂടുതൽ സെയിൽസ് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യും. സെയിൽസിനെ കുറിച്ച് എവിടെയെല്ലാം സംസാരിക്കുന്നുവോ അതെല്ലാം ശ്രദ്ധിക്കും. കാരണം റവന്യൂ ആണ് ഫോക്കസ്. എങ്ങനെയെങ്കിലും കുറച്ച് റവന്യൂ ക്രിയേറ്റ് ചെയ്യണം എന്നതാണ് ഈ സ്റ്റേജ് 1ന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ സ്റ്റേജ് കടന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിനെ സർവൈവൽ സ്റ്റേജ് എന്ന് പറയും. ഈ സർവൈവൽ സ്റ്റേജിൽ റവന്യൂ മാത്രമല്ല, പ്രോഫിറ്റിനെ കുറിച്ച് കൂടി ഇയാൾ ചിന്തിക്കാൻ തുടങ്ങും. ഈ ഘട്ടത്തിലാണ് കോസ്റ്റ് കോൺഷ്യസ്നസ് ഉണ്ടാകുന്നത്. അതായത് എക്സ്പെൻസുകളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. റവന്യൂ വന്നിട്ടുണ്ട്, ഈ എക്സ്പെൻസ് എന്തിനാ, ഇത് ഇത്ര ശതമാനമാണ്, ഇതെന്താ ഇങ്ങനെ കൂടാൻ കാരണം, കഴിഞ്ഞ മാസത്തിനേക്കാൾ ഇത് കൂടുതലായിട്ടുണ്ടല്ലോ എന്നൊക്കെ ചർച്ച വരുന്നത് പ്രധാനമായിട്ട് സെക്കൻഡ് സ്റ്റേജിലാണ്. ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ചിന്തയെല്ലാം വരുന്നത് സെക്കൻഡ് സ്റ്റേജിലാണ്. സെക്കൻഡ് സ്റ്റേജിലുള്ള എല്ലാവർക്കും ബഡ്ജറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. പക്ഷെ പ്രോഫിറ്റിനെ കുറിച്ച്, അതായത് വളർച്ചയുടെ ഒപ്പം തന്നെ പ്രോഫിറ്റ് വേണം, പ്രോഫിറ്റ് എങ്ങനെ വരും എന്നെല്ലാം ചിന്തിക്കുന്നത് സ്റ്റേജ് 2ലാണ്. ആദ്യത്തേതെന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അതല്ലേ ചുരുക്കി? അതെ, എങ്ങനെയെങ്കിലും റവന്യൂ ജനറേറ്റ് ചെയ്യുക. അതായത് അതിലാണ് കൂടുതൽ പറയാം. എനിക്ക് കഴിഞ്ഞോണ് 5 ലക്ഷം സെയിൽ ഉണ്ടായി, 10 ലക്ഷം ഉണ്ടായി എന്നൊക്കെ പറയുക എന്നുള്ളത്. എത്ര പ്രോഫിറ്റ് ഉണ്ടായി എന്നത് അവിടെ വലിയ ചർച്ചയാണ്. സെക്കൻഡ് സ്റ്റേജിൽ അങ്ങനെയല്ല. ഇതിന്റെ കൂടെ അയാള് പ്രോഫിറ്റിൽ കുറച്ചും കൂടി കൺസേൺ ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുന്നു. മൂന്നാമത്തെ സ്റ്റേജിൽ ഈ പ്രോഫിറ്റും ഈ റവന്യൂ മോസ്റ്റ് ഓഫ് ദി ടൈം കൺസിസ്റ്റന്റ് ആയിട്ട് പോകും. അതായത് ഇതിനെ നമ്മൾ വിളിക്കുന്നത് സാറ്റിസ്ഫൈഡ് സ്റ്റേജ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. സംതൃപ്തമായ ഘട്ടം. എന്താ കാരണം ചോദിച്ചാൽ കൺസിസ്റ്റന്റ് ആയിട്ട് റവന്യൂ വരുന്നുണ്ട്, പ്രോഫിറ്റ് വരുന്നുണ്ട്, ഇയാൾക്കൊരു വീട് ഇയാൾ ഈ പൈസ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകും, ഒരു നല്ല കാർ വാങ്ങിച്ചിട്ടുണ്ടാകും, മക്കൾ നല്ല സ്കൂളിൽ പഠിക്കുന്നുണ്ടാകും, ഇയാള് ഇങ്ങനെയൊക്കെ പോകും. പക്ഷെ ആ പ്രശ്നം പണം ഉണ്ടാകും, സമയമുണ്ടാവില്ല. ഇദ്ദേഹത്തിന് ഒരു ടൂറ് പോകാൻ പറ്റില്ല, ഒരു 15 ദിവസം മാറി ഒരു ടൂർ പോകാൻ പറ്റില്ല, ഭാര്യയും മക്കളുടെ കൂടെ ഒന്ന് കറങ്ങാൻ പറ്റില്ല. അപ്പൊ ഫുള്ളി ഇയാൾ ഈ ഘട്ടത്തിൽ തന്നെ ആയിരിക്കും. ഈ 3 ഘട്ടങ്ങൾ ശ്രദ്ധിക്കണേ. ആദ്യത്തെ ഘട്ടം റവന്യൂ ഫോക്കസ്ഡ് ആണ്, രണ്ടാമത്തെ ഘട്ടം പ്രോഫിറ്റിൽ നോക്കും, മൂന്നാമത്തെ ഘട്ടം ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് പോകും. ഈ 3 ഘട്ടങ്ങളും ഒരു സെൽഫ് എംപ്ലോയ്മെന്റിന് അപ്ലിക്കബിൾ ആണ്. ഒരു സെൽഫ് എംപ്ലോയിക്ക് ഇത് സാധ്യമാണ്. കാരണം ഈ 3 ഘട്ടങ്ങളിലും ഇയാളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, ഇയാൾ ഫുള്ളി ബിസിനസിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് സംഭവിക്കുക. 4ാമത്തെ ഘട്ടവും 5ാമത്തെ ഘട്ടവും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. 4ാമത്തെ ഘട്ടം സ്കെയിലബിൾ സ്റ്റേജ് എന്ന് പറയും. ഈ ബിസിനസ് കുത്തി വളരണം. ഈ 3rd സ്റ്റേജിൽ നിന്ന് 4th സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ എൻറ്റയർലി മൈൻഡ് സെറ്റ് മാറണം. ഈ സെൽഫ് എംപ്ലോയി മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു ഓൺട്രപ്രണർ ബിസിനസ്സുകാരന്റെ മൈൻഡ് സെറ്റിലേക്ക് മാറണം. എന്താ കാരണം ചോദിച്ചാൽ ഈ സ്കെയിലബിൾ സ്റ്റേജിൽ വരണമെങ്കിൽ സിസ്റ്റംസ് വേണം,
ലീഡേഴ്സ് വേണം. സിസ്റ്റം വിസിബിൾ അല്ല, അതിന് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ലീഡേഴ്സ് നമ്മളെക്കാൾ മിടുക്കന്മാരെ കൊണ്ടുവരണം. ഇതിന് ആദ്യത്തെ മൈൻഡ് സെറ്റ് പോരാ. കാരണം ആദ്യത്തെ 3 സ്റ്റേജിൽ ഇയാളാണ് മിടുക്കൻ, 4ാമത്തെ 5ാമത്തെ സ്റ്റേജിൽ ഇയാളെക്കാൾ മിടുക്കന്മാർ ഇയാളുടെ കൂടെ ഉണ്ടാകും. അപ്പൊ അതാണ് സ്കെയിലബിൾ സ്റ്റേജ് എന്ന് പറയുന്നത്. അതൊരു റിസ്ക് കൂടിയാണ്. കാരണം നമ്മൾ മിടുക്കന്മാരെ കൊണ്ടുവരുമ്പോൾ അവർക്ക് അതിനുള്ള പേയ്മെന്റുകൾ കൊടുക്കേണ്ടി വരും. ചിലപ്പോ ആ ഉദ്ദേശിച്ച പോലെ വന്നില്ലെങ്കിൽ ആ പൈസ നഷ്ടപ്പെടും. നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകുന്ന ഒരു കൺട്രോൾ അതെ കറക്റ്റ്. ആദ്യത്തെ 3 ഇയാളുടെ കയ്യിലാണ് കൺട്രോൾ. 4ാമത്തെ 5ാമത്തെ കയ്യിൽ കൺട്രോൾ പോകുന്ന പോലെ ഇയാൾക്ക് തോന്നുന്നു. കൺട്രോൾ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പൊ ഉദാഹരണം ഇതൊക്കെ ചെയ്യുമ്പോൾ ഡേറ്റ വെച്ചുകൊണ്ട് നമുക്ക് ഇതെല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇയാളുടെ പേടി കൺട്രോൾ വിട്ടു പോകുന്നു. കാരണം നേരത്തെ ആദ്യത്തെ 3 ഘട്ടത്തിൽ ചെക്ക് ഒപ്പിട്ടത് ഇയാളാണ്, 4ാമത്തെ ഘട്ടത്തിൽ ചെക്ക് ഒപ്പിടാൻ ചിലപ്പോൾ വേറെ ആളെ ഏൽപ്പിക്കും. അതൊക്കെ ഇയാൾക്ക് പേടിയാണ്. ഇപ്പൊ റിലയൻസിലെ ചെക്കെല്ലാം ഒപ്പിടുന്നത് മുകേഷ് അംബാനി അല്ലല്ലോ. അപ്പൊ ഈ കൺട്രോൾ പോകുന്നു എന്ന് പേടിയാണ്. യഥാർത്ഥത്തിൽ കൺട്രോൾ പോകുന്നില്ല. കാരണം സിസ്റ്റം പ്രോസസ് ഒക്കെ വരുമ്പോ കൺട്രോൾ പോകുന്നില്ല. അതാണ് സ്കെയിലബിൾ സ്റ്റേജ് എന്ന് പറയുന്നത്. 5ാമത്തെ സ്റ്റേജിലോട്ട് വരുമ്പോൾ 5ാമത്തെ സ്റ്റേജ് ആണ് മെച്ചൂർഡ് സ്റ്റേജ് അല്ലെങ്കിൽ സെയിലബിൾ സ്റ്റേജ് എന്ന് ഞാൻ വിളിക്കുന്നത്. സെയിലബിൾ സ്റ്റേജ് ഈ സമയത്ത് ഈ ബിസിനസ് നമുക്ക് വിൽക്കാൻ പറ്റും. ഇപ്പൊ IPO ഒക്കെ പോകുന്ന അതാണ്. അതായത് നമ്മളിങ്ങനെ വെക്കുമ്പോൾ നമ്മൾ പറയുന്ന പ്രൈസിന് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള നമ്മുടെ ഷെയർ 200 രൂപയ്ക്കോ 300 രൂപയ്ക്കോ ഒക്കെ ആളുകൾ വാങ്ങുന്നു. അതിനൊരു പ്രീമിയം കിട്ടി. അത് വിൽക്കുമ്പോൾ മേടിക്കാൻ ആളുകൾ തയ്യാറാകുന്നു. എപ്പോഴാണ് ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുക? ആ പ്രോഡക്റ്റ് പ്രഡിക്റ്റബിൾ ആകുമ്പോഴാണ്. ഇപ്പൊ ഒരു ഫോൺ എടുത്തിട്ട് ഇന്ന സ്വിച്ച് നീക്കിയാൽ അത് ഓഫ് ആകുമെന്നും ഇന്ന സ്വിച്ച് നീക്കിയാൽ അത് ഓൺ ആകുമെന്ന് പ്രഡിക്റ്റബിൾ ആണ്. ബിസിനസ് പ്രഡിക്റ്റബിൾ ആകണം. പ്രഡിക്റ്റബിൾ ആകണമെങ്കിൽ അതിന് സിസ്റ്റം, പ്രോസസ്, ലീഡേഴ്സ് എല്ലാം വരണം. അത് വരുമ്പോഴാണ് 5ാമത്തെ സ്റ്റേജ് സ്കെയിലബിൾ സ്റ്റേജ്. 4ാമത്തെ സ്കെയിലബിൾ സ്റ്റേജ് കഴിഞ്ഞാലേ 5ാമത്തെ സ്കെയിലബിൾ സ്റ്റേജിൽ വരൂ. അപ്പൊ ഈ 4ഉം 5ലും ആണ് യഥാർത്ഥത്തിൽ ബിസിനസ് നടക്കുന്നത്. ആദ്യത്തെ 3 ബിസിനസ് അല്ല, സെൽഫ് എംപ്ലോയ്മെന്റ് ആണ് നടക്കുന്നത്. ഈ 5 സ്റ്റേജുകളിൽ ആദ്യത്തെ 3ഉം അവസാനത്തെ 2ഉം തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ആദ്യത്തെ 3ഉം സെൽഫ് എംപ്ലോയിഡ് ആണ്, 2ാമത്തെ 4ഉം 5ലുമാണ് ഒരു റിയൽ ഓൺടർപ്രണർ എന്നുള്ള രീതിയിലേക്കും ബിസിനസ് എന്നുള്ള രീതിയിലേക്കും വരുന്നത്. ഈ 5 സ്റ്റേജുകളിൽ വെച്ചിട്ട് എവിടെ വെച്ചിട്ടായിരിക്കും ഒരു ബിസിനസ് ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഫേസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരു ബിസിനസ് പറയില്ലേ, ഇപ്പൊ ഇതിന്റെ തുടക്ക കാലഘട്ടത്ത് അല്ലെങ്കിൽ ഇതിന്റെ ഇന്ന സ്റ്റേജിലാണ് ഞാൻ ഫെയിലിയർ അനുഭവിച്ചത് അല്ലെങ്കിൽ ഫെയിൽ ആയി പോയതെന്ന്. അപ്പൊ ഏതായിരിക്കും ഏറ്റവും ക്രൂഷ്യൽ? ബഹുഭൂരിപക്ഷം SMEക്കാരും ആദ്യത്തെ 3ൽ ഏതെങ്കിലും ഒന്നിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ കടന്ന് 10-20 കൊല്ലം കഷ്ടപ്പെടും. ഇത് 1 കൊല്ലം കഴിഞ്ഞാൽ 3 കൊല്ലം അങ്ങനെ പറയാൻ പറ്റില്ല. 20 കൊല്ലമായിട്ടും ഇപ്പോഴും ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കിടക്കുന്ന ആളുകളുണ്ടാകാം. എന്നാൽ 2-3 കൊല്ലത്തിൽ 4ാമത്തെ സ്റ്റേജിൽ വന്ന ആളുകളും ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് ഏത് കൊല്ലം എന്നല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പൊ ആദ്യത്തെ 3 കഴിഞ്ഞ് 4ാമത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അപ്രോച്ചുകൾ മാറ്റണം. ലീഡേഴ്സും സിസ്റ്റം പ്രോസസ്സൊക്കെ വരുമ്പോൾ സ്കെയിലബിൾ സ്റ്റേജ് ആയിട്ട് മാറും. ഇനി ഒരു കാര്യം കൂടി, ഈ 5ാമത്തെ സ്റ്റേജ് ഉണ്ടല്ലോ, അതിലാണ് യഥാർത്ഥത്തിൽ വെൽത്ത് ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കണം, ലാഭം ലൈഫ് സ്റ്റൈലേ ഉണ്ടാക്കി തരൂ, വെൽത്ത് ഉണ്ടാക്കി തരില്ല. വെൽത്ത് ഉണ്ടാക്കുന്നത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ്. ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇൻവെസ്റ്ററുടെ ഫണ്ട് 10 മടങ്ങ് പെരുകും. ആ പെരുകുന്നതിനാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, ഒരു ഫ്ലിപ്കാർട്ടിന്റെ ഫൗണ്ടേഴ്സ് 2 ലക്ഷം രൂപയാണ് തുടക്കത്തിട്ടത് ഒരാൾ. അവർ തിരിച്ചെടുത്തത് 8,500 കോടി രൂപയാണ്. അപ്പൊ അതാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അത് 5ാമത്തെ സ്റ്റേജിലേ സംഭവിക്കൂ. ഒരു ബിസിനസ് വളരണമെങ്കിൽ 1, 2, 3 കഴിഞ്ഞ് 4ലേക്കും 5ലേക്കും പോകണം. എങ്കിലേ ആ ബിസിനസ് വളർച്ചയുള്ള ബിസിനസ്, സക്സസ്ഫുൾ ബിസിനസ് പറയാം. സർ, ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിന്റെ ഉള്ളിൽ ഒരു ബിസിനസ് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത് എന്നുള്ള ഡിഫറെന്റ് സ്റ്റേജസിനെ പറ്റി പറഞ്ഞു തന്നു. എനിക്ക് തോന്നുന്നു ഇതൊരു പുതിയ അറിവായിരിക്കും. പുതിയ അറിവിനേക്കാൾ കൂടുതൽ ഇത് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു നോളജ് ആയിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓൺടർപ്രണേഴ്സിന്. അപ്പോൾ ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മളുമായിട്ട് സംസാരിച്ചതിന് സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമ്മൾ ഇനി നല്ലൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.